LDF തോൽക്കുകയാണ്. LDF തോക്കുമ്പോൾ ആരെങ്കിലും ജയിക്കട്ടെ, അല്ലാതെ UDF-കാരുടെ മേന്മോണ്ടില്ല. UDF വലിയ പ്രശ്നത്തിലാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് സംഘടനാപരമായിട്ട് വളരെ ദുർബലമാണ്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ സമുദായക്കാർ പൊതുവിലും മുസ്ലിം ന്യൂനപക്ഷം പ്രത്യേകിച്ചും പൂർണ്ണമായും LDF-ന്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് മറ്റയാളുടെ ഭൂരിപക്ഷം കൂടിയതായിട്ട് നമുക്ക് തോന്നുന്നത്. കോൺഗ്രസ്സുകാരൻ്റെ വോട്ട് കൂടിയിട്ടുണ്ട്, പക്ഷെ അത് ജനസംഖ്യാനുപാതികമായിട്ടുള്ള വർധനമാണ്. മറിച്ച് മാർക്സിസ്റ്റുകാരൻ്റെ വോട്ട് കുറയുന്നത് BJP-യിലാണ് കൂടുതൽ. ജനപങ്കാളിത്തത്തിൽ പിന്നാക്കമായിരുന്നെങ്കിൽ സർക്കാരിൻ്റെ ഒരു ആത്മാർത്ഥത തെളിയിക്കാനുള്ള ഒരവസരമായിട്ട് ഞങ്ങൾക്ക് അയ്യപ്പസ്വാമിയുടെ വിരോധമൊന്നും ഇല്ലാന്ന് മാത്രമല്ല, സ്നേഹമാണ്, ബഹുമാനമാണ്. അവിടെ ഉണ്ടായിരുന്നത് ചെമ്പോ അല്ല പിച്ചളയോ എന്തോ ആണ് എന്ന് വരത്തി തീർത്തിട്ട് സ്വർണ്ണം അഴിച്ചോട്ട് പോയിട്ട് തിരിച്ച് പിച്ചള കൊണ്ടു വയ്ക്കുക. ഇത് കേവലം ഒരു പത്മകുമാർ വിചാരിച്ചാലോ വാസു വിചാരിച്ചാലോ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമുണ്ടോ? നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കേരള രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞിരുന്നത് കേരളം ഒരു UDF സ്റ്റേറ്റാണ് എന്ന രീതിയിൽ പറയും. 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുമെന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ 2001 ആന്റണി സർക്കാരിൻ്റെ ഒരു കാലത്തിന് ശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനിടയ്ക്ക് 2009 ഡീലിമിറ്റേഷൻ വന്നു. അതോടെ കഴിയുമ്പോൾ CPM ക്രമേണ കേരള രാഷ്ട്രീയം അവരുടെ വഴിക്കാക്കി എടുക്കുന്ന ഒരു കാഴ്ച കാണാം. അപ്പം എങ്ങനെ പോയാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ 140 ഒരു 50 സീറ്റ് CPM-ന് ഈസിയായി ജയിക്കാവുന്ന ഒരു സാഹചര്യം പൊതുവെ ഈ ഡീലിമിറ്റേഷന് ശേഷവും പിണറായി വിജയൻ സൃഷ്ടിച്ചെടുത്ത ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫലമായിട്ടും ഉണ്ട് എന്നൊരു വിലയിരുത്തലുണ്ട്. അതിനോട് എങ്ങനെ യോജിക്കുന്നു? അല്ല, ഈ 1977 ഡീലിമിറ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 77-ലാണ്. അതെ, കഴിഞ്ഞ മുമ്പത്തെ. അപ്പോൾ 140 സീറ്റാവും അപ്പോഴാണ്, 133. ഈ നമ്മൾ ഈ സമീപകാലത്ത് കണ്ടത് വരെയുള്ള 140 സീറ്റുകൾ ഉള്ള കേരളത്തിൽ ഒരു 3% മേൽക്കൈ UDF-നുണ്ടായിരുന്നു. 3% വോട്ടിൻ്റെ. ഓക്കെ, അതിൽ 3% കൂട്ടണ്ട, ഒരു 2% കണക്കിലെടുത്താൽ മതി. കാരണം 3%-ൽ ഒരു ഗണ്യമായ ഭാഗം മലപ്പുറം ജില്ലയിലും അങ്ങനെ ലീഗിൻ്റെ ചില പോക്കറ്റുകളിലും. അപ്പോൾ അത് പെർസെൻറ്റേജ് കൊണ്ട് മാത്രം വ്യത്യാസമില്ല, സീറ്റുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരും. എന്നാൽ പോലും ഒരു 2 മുതൽ 2.25% എങ്ങനെ പോയാലും UDF-ന് അപ്പർ ഹാൻഡുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നല്ലോണം ഫൈറ്റ് ചെയ്താലേ അവർക്കൊപ്പം എത്താൻ കഴിയുമായിരുന്നുള്ളൂ. പിന്നെ UDF-ൻ്റെ ഒരു ഭരണം കഴിയുമ്പോഴത്തേക്ക് അവർ കുറേ അധികം ആൾക്കാരെ വെറുപ്പിക്കും എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ തവണ UDF-ന് വോട്ട് ചെയ്ത കുറേ ആളുകൾ ഇത്തവണ വെറുത്തിട്ട് LDF-ന് സഹി കെട്ടിട്ട് LDF-ന് വോട്ട് ചെയ്യും. കാരണം UDF-ൻ്റെ ഭരണത്തിന് പൊതുവെ അഴിമതി കൂടുതലായിരിക്കും, കെടുകാര്യസ്ഥത കൂടുതലായിരിക്കും. അതിനേക്കാൾ സമുദായ പ്രീണനം ഭയങ്കരമായിരിക്കും. അതാണ് ഒരു പ്രധാന വിഷയം. അപ്പം ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കൊണ്ടാണ് LDF ജയിക്കുന്നത്. അപ്പോൾ LDF-ൻ്റെ ഒരു വിജയം ഉണ്ടായി കഴിയുമ്പോൾ സാമാന്യം നല്ല ജയമായിരിക്കും. എന്നാൽ പോലും UDF-ന് സാധാരണഗതിയിൽ കിട്ടാവുന്ന രീതിയിലുള്ള ജയം LDF-ന് കിട്ടാറില്ല, സാധാരണഗതിയിൽ കിട്ടുകയില്ല. LDF ജയിക്കണമെങ്കിൽ UDF-നുള്ള അതിഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസി വേണം. എന്നാൽ LDF 5 കൊല്ലം ഭരിച്ചപ്പോഴത്തേക്കും ഇതേ ആളുകൾ ഭയങ്കര LDF-നെതിരാവും. അതിൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ LDF-ൻ്റെ ഭരണകാലത്ത് അഴിമതിയല്ല, അക്രമ രാഷ്ട്രീയമാണ് ഭയങ്കരം. 2 തരത്തിലും. ഒന്ന് RSS-കാരുമായിട്ടുള്ള ഏറ്റുമുട്ടൽ തലശ്ശേരി ഭാഗത്ത്, അല്ലെങ്കിൽ തൃശ്ശൂർ വാടാനപ്പള്ളി ഭാഗത്തൊക്കെ, അല്ലെങ്കിൽ ലീഗുകാരുമായിട്ടുള്ളത് നാദാപുരം, കുറ്റിയാടി, ആ പ്രദേശം. അപ്പോൾ എങ്ങനെ പോയാലും മനുഷ്യന് സ്വൈര്യമില്ലാത്തൊരവസ്ഥ വരും. മനുഷ്യൻ്റെ തലയും തെങ്ങിൻ്റെ കുലയും രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് കൊണ്ട് CH മുഹമ്മദ് കോയ പറഞ്ഞില്ല. അതിന് ഒരുപാട് സത്യമുണ്ട്. പിന്നെ CITU-കാർ ചുമട്ടുതൊഴിലാളികളുടെ ആക്രമണം, പിന്നെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയ മാർക്സിസ്റ്റ് വിരുദ്ധ ഹിസ്റ്റീരിയ, പ്രത്യേകിച്ച് മനോരമ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ 5 കൊല്ലം LDF ഭരിച്ചാൽ 5 കൊല്ലം UDF, 5 കൊല്ലം UDF ഭരിച്ചാൽ 5 കൊല്ലം LDF, അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് 2001 നേരത്തെ സൂചിപ്പിച്ച തെരഞ്ഞെടുപ്പാണ്. 2001 എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണം തീരെ മോശമായിരുന്നില്ല. നയനാർ മുഖ്യമന്ത്രി, പിന്നെ ചന്ദ്രശേഖരൻ നായർ, അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത ജനകീയ ആസൂത്രണമൊക്കെ നടത്തിയതാണ്. പക്ഷേ പ്രശ്നം പറ്റി ഒന്നാമത് സാമ്പത്തിക പ്രതിസന്ധി ഭയങ്കരമാണ്. മാസത്തിൽ 25 ദിവസം ട്രഷറി പൂട്ടിയിടുന്ന പോലത്തെ പ്രശ്നമുണ്ടായി. പിന്നെ RSS മാർക്സിസ്റ്റ് സംഘടനകളും അതിനേക്കാൾ കൂടുതൽ ലീഗ് മാർക്സിസ്റ്റ് സംഘടനകൾ വ്യാപകമായിട്ട് നടന്നു. അപ്പോൾ അങ്ങനെ വലിയൊരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടായി. അതിലുപരിയായിട്ട് ഈ കല്ലുവാതുക്കൽ വിഷമദ്യ ദുരന്തം ഏറ്റവും അവസാനം, അതാണ് സർക്കാരിനെ നാട് ഓടിച്ച സംഭവം. പിന്നെ മന്ത്രിമാരൊക്കെ തന്നെ അവരുടെ പ്രായാധിക്യം കൊണ്ടുമൊക്കെ അവരുടെ എഫിഷ്യൻസി കുറഞ്ഞു പോയി. ഇപ്പോൾ ബേബി സാർ അതിന് ഉള്ളിൽ വയ്യാതെ, ചന്ദ്രശേഖരൻ നായരാണെങ്കിലും നയനാരാണെങ്കിലും ഒക്കെ ഓടിത്തളർന്ന കുതിരകളാണ്. പന്തേഹ കുതിരകളായിരുന്നു പണ്ട്, പിന്നെ അവർക്ക് ഓടിത്തളർന്ന കുതിരകളായിട്ട് മാറി. അപ്പോൾ മൊത്തത്തിൽ ഒരു ഭയങ്കര ആൻറ്റി ഇൻകംബൻസി ഫീലിംഗ് വന്നു. 2000 ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് നമ്മൾ കൃത്യമായിട്ട് കാണുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ കോൺഗ്രസ്സുകാർക്ക് യാതൊരു സാധ്യതയായിരുന്നില്ല ജയിക്കാൻ. തോറ്റു എന്ന് ഉറപ്പായിട്ട് AK ആന്റണി എണ്ണത്തോണിയിൽ പോയി കിടന്നതാണ്. കാരണം ലീഗുകാർ തന്നെ മാർക്സിസ്റ്റുകാരായിട്ട് ടൈപ്പായിരുന്നു പല സ്ഥലത്തും.
ഈ അടവ് നയം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായതാണ്. പരീക്ഷാകാലം അടവ് നയം പരീക്ഷിച്ചപ്പോൾ ലീഗ് വേണമെങ്കിൽ മാർക്സിസ്റ്റുകാരോട് പോകാമെന്ന് ചോദിച്ചാൽ ആടി നിൽക്കുക. ആ സമയത്താണ് കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ജയം 2000 ഉണ്ടായത്. ഉടനെ തന്നെ AK ആന്റണി എണ്ണത്തോണിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എണ്ണയൊക്കെ തുടച്ച് കളഞ്ഞിട്ടാണ് പത്രക്കാരെ ഫേസ്. പിന്നെ 2001 തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും അത് വലിയൊരു വിജയമായിട്ടുണ്ട്. ആന്റണി നയിച്ചൊരു വലിയ യാത്രയുണ്ട്. അതെ, അതിനുണ്ടായിരുന്നൊരു വലിയ ജനപങ്കാളിത്തം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് റിസൾട്ടായിട്ട് പോകും. 99-100 സീറ്റ്. UDFിൻ്റെ ഹൈ വാട്ടർ മാർക്കാണ് 100 സീറ്റ്. അത് കൃത്യമായിരുന്നു. അതിൽ എനിക്കൊരു ഇത് ചോദിക്കും, കാരണം പണ്ട് ഈ കരുണാകരൻ ഉണ്ടാക്കിയൊരു വോട്ട് ബാങ്കിൽ നിന്ന് കരുണാകരൻ്റെ ഒരു കാലത്തിന് ശേഷം ആൻ്റണി മാറി ഉമ്മൻചാണ്ടി വന്നു. അപ്പോഴത്തേന് ആ പണ്ട് പറയുന്നത് കൃത്യമായിട്ടൊരു നായർ, ക്രിസ്ത്യൻ, മുസ്ലിം ആ ഒരു വോട്ട് ബാങ്കായിരുന്നു UDFിൻ്റെ സേഫ് ആയിരുന്നു. അവിടെയാണ് ഇപ്പോൾ ശരിക്കും പിണറായി വിജയൻ്റെ ആദ്യത്തെ ടൈമും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് കേരള കോൺഗ്രസും കൂടെ അവിടേക്ക് മാറുന്നു. സമസ്ത വഴി മുസ്ലിം വോട്ടിലും ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പിണറായി വിജയൻ്റെ പൊളിറ്റിക്സ് ഫലിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഈ തുടർഭരണം എന്ന് പറയും. പിന്നെ അതിന് കോവിഡും ആ കാലത്തെ സർക്കാരിൻ്റെ ഒരു പ്രവർത്തന മികവ് സഹായിച്ചിട്ടുണ്ടാവും. അല്ല, അതിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ ഈ UDF എന്ന് പറയുന്നത് ശരിക്കും കരുണാകരൻ ഉണ്ടാക്കിയ ഒരു സംവിധാനം. കരുണാകരൻ വലിയൊരു അഭ്യാസിയും തന്ത്രശാലിയുമായിരുന്നു. നമ്മൾ ഉള്ളവരും പറഞ്ഞു. അതെ. കരുണാകരൻ്റെ ഒരു മേന്മ എന്ന് വെച്ചാൽ 1979 ഇവർ തീരെ പൊളിഞ്ഞ് പാളീസായി നിൽക്കുന്ന സമയത്ത് കല്ലുമ്പോൾ കല്ല് വെച്ച് ചേർത്തുണ്ടാക്കിയതാണ്. പലരും പറഞ്ഞിട്ട് KM മാണിയും ബാലകൃഷ്ണപിള്ളയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുണ്ടാക്കിയതാണ് UDF അല്ല. സത്യത്തിൽ കരുണാകരനും കിടങ്ങൂർ ഗോപാലകൃഷ്ണനും കൂടിയാണ് ഇത് തുടങ്ങിയത്. പിന്നെയാണ് മുസ്ലിം ലീഗും ജോസഫ് ഗ്രൂപ്പും ഒക്കെ വന്ന്, അതിനുശേഷമാണ് മാണി ഗ്രൂപ്പും പിള്ള ഗ്രൂപ്പും ഒക്കെ വന്ന് അങ്ങനെ ആ ഒരു സംവിധാനമായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ കമ്മ്യൂണൽ കോമ്പിനേഷൻ മാത്രമല്ല, ചെറിയ ചെറിയ പാർട്ടികളെ വെച്ചിട്ട് സ്പേസ് ഫില്ല് ചെയ്യുന്നൊരു പരിപാടി കൂടി പുള്ളിക്കുണ്ടായിരുന്നു. UDF എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും മാത്രമല്ല, അതിൽ NDP ഉണ്ട്, SRP ഉണ്ട്, സുന്ദരസ്വാമിയുടെ PSP ഉണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിസ്സാരമാണ്. പിന്നെ അതിൽ CMB വന്നു, പിന്നെ KK നായരുണ്ട് പത്തനംതിട്ട. അങ്ങനെ ചെറിയ ചെറിയ കല്ലുകൾ കൂടി ചേർത്ത് അടുക്കി പറക്കി വെച്ചുണ്ടാക്കിയ ഒരു സംവിധാനമാണ്. പക്ഷേ കുറച്ച് AK ആന്റണി വന്നപ്പോഴുള്ള പ്രശ്നമൊന്നുമില്ലേ, ഒന്നാമത് കരുണാകരനെ മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഘടനാപരമായ കെട്ടുറപ്പ് പോയി. അവിടെ മുതലാണ് കാരണം കരുണാകരനെ പോലത്തെ ഒരു ചാണക്യന് മാത്രമേ ഈ സംവിധാനത്തെ കൂട്ടിയിടിക്കാതെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കരുണാകരനെ മാറ്റി ആന്റണി വന്നപ്പോൾ ആന്റണിക്ക് ആ രീതിയിലുള്ളൊരു കൂട്ടിവയ്പ്പിച്ചുകൊണ്ടുള്ള കഴിവില്ല. പിന്നെ ജനകീയമായ വലിയൊരു വികാരത്തിൽ ആന്റണി മുഖ്യമന്ത്രിയായി എന്നുള്ളത് ശരി. പിന്നെ ആന്റണിക്ക് വേറെ ഒരു നേതാവില്ലാത്ത രീതിയിൽ ഒരു പ്രഭാവലയം തലയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ആന്റണി ഒരിക്കലും കരുണാകരനാവില്ല. കരുണാകരൻ പോയി എന്നുള്ളതാണ്. അതിനേക്കാളും വലിയൊരു തകർച്ച ഉണ്ടായെന്ന് വെച്ചാൽ 2005 കോൺഗ്രസ് പിളർന്നു. DIC ഉണ്ടായി. DIC ക്ലച്ച് പിടിച്ചില്ല എങ്കിൽ പോലും ഒരുപാട് പ്രവർത്തകർ പാർട്ടി വിട്ടു, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ DICയിൽ കൂടെ പോയി. അവസാനം കരുണാകരനും മുരളീധരനും തിരിച്ചു വന്നു. കൂടെ പോയ നേതാക്കന്മാരും മിക്കവരൊക്കെ തിരിച്ചു, സുഗതനും ചന്ദ്രശേഖരനൊക്കെ തിരിച്ചു വന്നെങ്കിലും ഈ പ്രവർത്തകർ പലരും ഈ പണി നിർത്തി വേറെ പണിക്ക് പോയി. അതാണ് ശരിക്കും കോൺഗ്രസിന് ഒരു വലിയ UDFിൻ്റെ തകർച്ചയ്ക്ക് കാരണം. പിന്നെ കേരള കോൺഗ്രസിൻ്റെ ശൈഥില്യം. കേരള കോൺഗ്രസ് പാർട്ടി കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി. അതിന് യാതൊരു നിലനിൽപ്പില്ലാണ്ടായി. അതിലേക്ക് എത്താം. ഞാനിപ്പോൾ ചോദിക്കുന്നത്, ഇപ്പോൾ തുടർഭരണം ഉണ്ടായി. അതെ, ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താ ചോദിച്ചാൽ ഈ 2005 അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. 2005 പിളർപ്പ്, കരുണാകരൻ മകനും പോന്നു. 2006 ഉണ്ടാകുന്നത് തിരിച്ചടി. 2006 തിരിച്ചടി വെച്ചാൽ കോൺഗ്രസിന് മാത്രമല്ല, ഇവർ മുസ്ലിം ലീഗിനുണ്ടായി തിരിച്ചു. മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി തോക്കുന്നു, മുനീർ തോൽക്കുന്നു, ബഷീർ തോൽക്കുന്നു. ഒരു മലപ്പുറത്ത് ശരിക്കും പരീക്ഷണം ഏറ്റവും നന്നായിട്ട് വിജയിച്ചൊരു ഭയങ്കരമായിട്ട് ഏറ്റ ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പക്ഷെ ശരിക്ക് അന്ന് LDFിൻ്റെ ഒരു മേൽക്കൈ കിട്ടി. 2005, 2006 കോൺഗ്രസിൻ്റെ മേൽക്കൈ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 3% അഡ്വാൻറ്റേജ് പോയി. അഡ്വാൻറ്റേജ് പോയെന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഒരു മേൽക്കൈ കിട്ടി. 2006 വലിയ ഭൂരിപക്ഷം കിട്ടി. 2011 ജയത്തിൻ്റെ തൊട്ടടുത്ത് 2 സീറ്റിലാണ് പോയത്. ആ 2 സീറ്റ് തന്നെ വേണമെങ്കിൽ ഒന്നുകൂടി 3-4 സീറ്റ്, 4-5 സീറ്റുകൾ തോറ്റുകൊടുത്തെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും, ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞളാംകുഴി അലി താല്പര്യപ്പെട്ട് പോയതല്ല, പുള്ളിയെ തള്ളിപ്പുറത്തേക്ക്. അതുകൊണ്ട് മങ്കടയും പെരിന്തൽമണ്ണയും പോയി. അതുപോലെ ജനതാദൾ സെക്കുലറിൽ പിളർപ്പുണ്ടായി ഇല്ലേ. അങ്ങനെ കൽപ്പറ്റയും കൂത്തുപറമ്പും പോയി. ഇങ്ങനെയാണ് പല സീറ്റുകളും പോകുന്നത്. പിന്നെ ജോസഫ് ഗ്രൂപ്പ് അവസാന സമയത്ത് പോയില്ലായിരുന്നെങ്കിൽ, ജോസഫും മോൻസും കൂടി ജയിച്ചിരുന്നെങ്കിൽ അങ്ങനെ പല സീറ്റുകളും തുടർഭരണം നടന്നേനെ. തുടർഭരണം അന്ന് തന്നെ ഉണ്ടാകുക. പിന്നെ 2016 അവിടെ ഉമ്മൻചാണ്ടി രണ്ടാളുടെ ഭൂരിപക്ഷം വെച്ചിട്ടാണ് പോയത്. പിന്നെ അതിൻ്റെ അകത്ത് LDFിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടെന്ന് RSP പോയതാണ്. ഇതുപോലെ കല്ലുകൾ അടുക്കിപ്പറക്കി വെച്ച ഒരു മുന്നണിയായിരുന്നു LDF. CPM മാത്രമായ LDF ആവില്ല. അതിൽ RSP ഉണ്ടായിരുന്നു, ജനതാദൾ ഉണ്ടായിരുന്നു,
NCP കോൺഗ്രസ് എസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. NCP അങ്ങനെ ചെറിയ ചെറിയ പാർട്ടികൾ ഘടകം നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടി വരെ ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നാലേ LDF ആവുള്ളൂ. ഇപ്പോൾ മാർക്സിസ്റ്റുകാരുടെ പേര് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ ലോകം നന്നാവും, അങ്ങനെയല്ല. അപ്പോൾ ഈ രണ്ട് മുന്നണികളുടെയും ഘടനാപരമായ ഒരു കെട്ടുറപ്പ് നഷ്ടപ്പെട്ടു. ചെറു പാർട്ടികൾ പരമാവധി അവഗണിക്കപ്പെടുകയോ അവർ അപ്രസക്തരാകുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. അവിടെ RSP ഇല്ലാണ്ടായി, ഇവിടെ കേരള കോൺഗ്രസ് ഇല്ലാണ്ടായി. അവിടെ നിന്നാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ ഇപ്പോഴത്തെ 2016 21 അതിലെ 2 തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മുമ്പ് 2000 ഒക്കെ മുമ്പോട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നതിൽ നിന്നും 62 സീറ്റിൽ നിന്നും 67 സീറ്റിലേക്ക് CPMൻ്റെ സ്വതന്ത്രം ഉൾപ്പെടെ ജയിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. എന്ന് പറഞ്ഞാൽ 4 സീറ്റോട് കിട്ടിയ ഒറ്റയ്ക്ക് ഭരിക്കാവുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് CPMൻ്റെ ഒരു വളർച്ച വലുതാണ്. ഈ 2 പിണറായി സർക്കാരിൻ്റെ ഒരു കാലത്തിന് ശേഷം നമ്മൾ ഈ 2026 കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 10 വർഷത്തെ ഭരണത്തിൻ്റെ മാൻഡേറ്റ് വെച്ചിട്ട് എത്രയൊക്കെ നമ്മൾ നിശ്ചയിച്ചാലും വികസന രംഗത്ത് അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ വലിയ മുന്നേറ്റം നടത്തിയ ഒരു സർക്കാർ തന്നെ. ക്ഷേമ പ്രവർത്തനങ്ങളായാലും പെൻഷൻ 2000 രൂപ ആക്കി, ക്ഷേമ പെൻഷൻ, അതുപോലെ സ്ത്രീകൾക്കുള്ള 10 ലക്ഷം സ്ത്രീകൾക്കുള്ള 1000 രൂപ വീതമുള്ള സ്കീം, അതുപോലെ സ്കോളർഷിപ്പുകൾ, അങ്ങനെ ഏറ്റവും ഒടുവിൽ ഒരു ജനകീയ ബജറ്റും കൂടെ മിനി ബജറ്റും കൂടെ അവതരിപ്പിച്ചാണ് ഇലക്ഷനിലേക്ക് അവർ പോകുന്നത്. അപ്പോൾ ഈ ഒരു വശത്തെ വിവാദങ്ങൾ വേറെ കിടക്കുന്നു, എന്നാൽ പോലും ഈ വികസനത്തിനൊരു വോട്ട് ഈ പുതിയ കാലത്തൊക്കെ അങ്ങനെ ഒരു പോസിറ്റീവ് വോട്ടിനുള്ള സാധ്യത, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ്റെയൊക്കെ വോട്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ പല സംസ്ഥാനങ്ങളും തുടർച്ചയായ ഭരണമായിട്ട് മാറി. അത് ബംഗാളിലായിരുന്നു. അത് പോട്ടെ, അത് വേറൊരു സാഹചര്യത്തില്ല. ബംഗാളും ത്രിപുരയും മാറ്റി നിർത്തിയ ശേഷം ഇപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യധാരയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗുജറാത്ത് എത്രയോ വർഷങ്ങളായിട്ട് BJP ഭരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തമിഴ്നാട് നടക്കും. ഒഡീഷയിൽ നവീൻ പട്നായിക്ക് എത്രയോ തെരഞ്ഞെടുപ്പുകൾ ജയിച്ചു അല്ലേ. അങ്ങനെ പല സ്ഥലത്തും ജയിക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണം അങ്ങനെ പലയിടത്തും നടക്കുന്നുണ്ട്. ജയലളിത ഉള്ള കാലത്ത് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ 10 കൊല്ലം, അതിന് മുമ്പ് 15 കൊല്ലം ഷീല ദീക്ഷിത്, അങ്ങനെ തുടർച്ചയായിട്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംസ്കാരം നമുക്കില്ല. 5 കൊല്ലം കുടുംബം സർക്കാർ മാറുക എന്നുള്ളതാണ് നാട്ടു നടപ്പ്. ഇപ്പോൾ 5 കൊല്ലം ഭരിച്ച സർക്കാരിനേക്കാളും ഒരു ആൻറ്റി ഇൻകംബൻസി 10 കൊല്ലം ഭരിച്ച സർക്കാരിന് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഘടകമുണ്ടല്ലോ. 5 കൊല്ലം ഭരിച്ച സർക്കാരിനോട് സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് ഒരു മടുപ്പുണ്ടാവും. 10 കൊല്ലം ഭരിച്ച സർക്കാരാണെങ്കിൽ അത് അതിൻ്റെ ഇരട്ടിയാവും. 5 വർഷം ഉണ്ടായിരുന്നു, പക്ഷേ 2016 സീറ്റ് കൂടിയിട്ടാണ് 2021. അത് കോവിഡിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിച്ചു വന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രതിപക്ഷക്കാർ വിചാരിച്ചത് അവരുടെ മുഖസൗന്ദര്യം കൊണ്ട് ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു. അതും ഒരു വലിയ തിരിച്ചടിയായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർ പ്രതീക്ഷിക്കാത്ത വലിയ തിരിച്ചടി ഉണ്ട്. പിന്നെ അതിൽ നിന്ന് കരകയറാനായിട്ട് കോൺഗ്രസിന് സാധിച്ചില്ല. അതിനുള്ള ഒരു ലീഡർഷിപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു ഘടകം. അപ്പോൾ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സും ഉണ്ട്. പിന്നെ വികസനത്തിൻ്റെ ഓട്ടമെന്ന് വെച്ചാൽ ജനങ്ങൾ എത്രയൊക്കെ വികസനവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കില്ല. നമ്മുടെ സർക്കാർ എന്തൊക്കെ നമുക്ക് ചെയ്തു എന്നുള്ളതല്ല, നമുക്ക് എന്ത് ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ആളുകൾ ആലോചിക്കും. ഈ സർക്കാരിന് ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം പിണറായി സർക്കാരിന് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതെന്ന് വെച്ചാൽ രണ്ടിലും പിണറായി വിജയനാണ് നടുനായകത്വം വഹിച്ചത്. മിക്കവാറും കാര്യങ്ങളൊക്കെ പുള്ളി തന്നെയാണ് തീരുമാനിച്ചതെങ്കിൽ പോലും മന്ത്രിമാർ മിക്കവരും വളരെ ഇൻകോമ്പിറ്റൻ്റാണ്. കോമ്പിറ്റൻസ് വളരെ കുറവാണ്. ഇപ്പോൾ തോമസ് ഐസക്കിനും ബാലഗോപാലിനും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ജി സുധാകരനും മുഹമ്മദ് റിയാസിനും നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഈവൻ ശൈലജ ടീച്ചറും വീണ ജോർജിനും നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലുള്ളൊരു വലിയ അപജയം ഇല്ലാതുണ്ടായിട്ട്. അപ്പോൾ ഈ മന്ത്രിമാർ വേറൊന്നും ചെയ്യണ്ട, അവർ മണ്ടത്തരം പറയാതിരുന്നാൽ മതി. ഇപ്പം രവീന്ദ്രനാഥിനെയും ശിവൻകുട്ടി നമ്മൾ താരതമ്യം ചെയ്യാൻ പറ്റും, ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും. സജി ചെറിയാനൊക്കെ ഉണ്ടാക്കിയ ഡാമേജ് എത്രയാണ്. അപ്പോൾ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സംഗതികൾ അതിൻ്റെ അകത്ത് പോകും. വീണ ജോർജ് ആണെങ്കിലും സജി ചെറിയാനാണെങ്കിലും മിക്കവാറും എല്ലാ മന്ത്രിമാരും, ബിന്ദു ആണെങ്കിലും നമ്മുടെ ശിവൻകുട്ടി ആണെങ്കിലും ഇവരൊക്കെ ഉണ്ടാക്കിയ ഡാമേജ് എന്ന് വെച്ചാൽ ഭീകരമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം വരുന്നത് പിന്നെ മുഖ്യൻ്റെ കയ്യിലുമാണ്. അപ്പം ഇങ്ങനൊരു വലിയ പ്രശ്നമായിട്ട് എത്തിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു വികസനത്തിനുള്ള വോട്ടെന്ന് പറയുന്നതിനെ ഈ ഇപ്പം നമ്മളത് വികസനം പറഞ്ഞെങ്കിൽ അടുത്ത വിവാദങ്ങൾ, ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് വിവാദത്തിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു രണ്ടാം പിണറായി സർക്കാർ നേരിടുന്നത്. അത് ഏറ്റവും ഒടുവിൽ ഈ ശബരിമല വിഷയം, നമ്മൾ ഈ ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ്റെ ഒരു ഡിസൈഡിങ് ഫാക്ടറായി മാറാവുന്ന പോലും ശബരിമല വിഷയമായിരിക്കും. അതിൽ ശബരിമലയിൽ ആദ്യം സ്വർണ്ണക്കൊള്ളയായി, പിന്നെ അത് അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ കണക്കിലുള്ള വാഴ്ചയായി. ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും മുമ്പിൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ അറസ്റ്റിലായ തന്ത്രിക്ക് ജാമ്യം കൊടുത്തപ്പം അതിൽ കോടതി പറയുന്നത് തന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് യാതൊരു തെളിവും ഹാജരാക്കാൻ SITക്ക് സാധിച്ചില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇലക്ഷനിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു സംഗതിയില്ല. പ്രത്യേകിച്ച് അതിൽ പറയുന്നത് ദേവൻ്റെ അനുജ്ഞ ചോദിച്ചില്ല എന്നുള്ള ഒരു കുറ്റമൊക്കെയാണ് SIT അതിൽ കണ്ടെത്തി എടുത്തുന്നത്. അപ്പം ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിച്ച കൂട്ടത്തിൽ തന്ത്രിയുടെ ഭാഗം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ
സ്ത്രീ പ്രവേശനം തടഞ്ഞതിലുള്ള വ്യക്തിവൈരാഗ്യമാണ്, അത് എന്നോട് തീർത്താണ് പ്രതികാരമാണെന്നൊക്കെയാണ്. അതൊക്കെ ശരിക്കും ജനത്തിനെ ഏത് രീതി ബാധിക്കും എന്ന് കാണുന്നു. ശബരിമല ഓരോ സമയത്ത് വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നവുമാണ്, പിന്നെ രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയമാണ്. വൈകാരികം എന്ന് വെച്ചാൽ ശബരിമല ശാസ്താവ് കേരളത്തിൽ ഏറ്റവും അധികം ജനപ്രീതി ആർജിച്ച ഒരു വലിയ ആരാധനാമൂർത്തിയാണ്. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ യുവതീ പ്രവേശനത്തിൽ കണ്ടതാണ്. അതെ. അപ്പോൾ അവിടെ നവോത്ഥാനം നടപ്പാക്കാൻ ശ്രമിച്ച് സർക്കാർ പരാജയപ്പെട്ടു. അങ്ങനെ ബ്ലീച്ച് അടിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ജാള്യത മാറ്റാൻ വേണ്ടിയിട്ട് അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പ സംഗമം ഒരു ജനപങ്കാളിത്തത്തിൽ പിന്നാക്കമായിരുന്നെങ്കിൽ സർക്കാരിൻ്റെ ഒരു ആത്മാർത്ഥത തെളിയിക്കാനുള്ള ഒരവസരമായിട്ട് ഞങ്ങൾക്ക് അയ്യപ്പ സ്വാമിയുടെ വിരോധമൊന്നും ഇല്ലാന്ന് മാത്രമല്ല, സ്നേഹമാണ്, ബഹുമാനമാണ്, SNDP യോജിച്ചു എന്നുള്ളതൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്താണ് കെ ജയകുമാറിനെ പോലെ ഒരു കോൺട്രവേഴ്സ്യൽ അല്ലാത്ത ഒരാളെ ദേവസ്വം ബോർഡ് ചെയർമാനാക്കി, ഇതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ ഒത്ത നടുക്കാണ് എന്ത് വന്നത്, ഈ സ്വർണ്ണക്കൊള്ള വന്നത്. അപ്പോൾ സർക്കാരിന് യാതൊരു ഡിഫൻസും ഇല്ലാണ്ട് പോയി. അറസ്റ്റിലായവരൊക്കെ പാർട്ടിക്കാരാണ്, പാർട്ടിയും പാർട്ടിക്കാർക്ക് വേണ്ടപ്പെട്ടവരും. അപ്പോൾ പിന്നെ എന്ത് നടപടി എടുത്തിട്ട് കാര്യമില്ല. അതുമാത്രമല്ല, ജയിലിൽ കിടക്കുമ്പോഴും പത്മകുമാർ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് തുടരുന്നു. അതിന് യാതൊരു വിശദീകരണം നൽകാൻ പാർട്ടിക്ക് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അയാളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഞങ്ങളുമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധമില്ല എന്ന രീതിയിൽ പറയാമായിരുന്നു. ഉപ്പ് നിന്നവൻ ഗോവിന്ദമാഷ് പറയുന്നത് ഇതിപ്പോൾ ഒരു കേസിൽ അറസ്റ്റിലായി എന്നേ ഉള്ളൂ, അതിന്റെ വിചാരണ കഴിഞ്ഞ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കും എന്നാണ് അവരുടെ ഒരു സൈദ്ധാന്തികമായ. അതിൽ പ്രശ്നം സൈദ്ധാന്തികമായിട്ട് ശരിയാണ്, പക്ഷേ ആളുകൾ എവിഡൻസ് ആക്കി നോക്കിയിട്ടല്ല വോട്ട് ചെയ്യണം. ഞാനും നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എവിഡൻസ് ആക്ടോ പീനൽ കോഡോ നോക്കിയിട്ടല്ല വോട്ട് ചെയ്യണം. നമ്മുടെ ഒരു വ്യക്തിപരമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിരൽ അതൊന്ന് കുത്തുന്നത്. ആ വിഷയം മാഷിന് ഇതുവരെ മനസ്സിലായില്ല. പുള്ളിയായിരിക്കുന്ന ആൾക്കാർ എവിഡൻസ് ആക്ട് വെച്ചിട്ട് വോട്ട് ചെയ്യുന്നതാണ്, അങ്ങനെയല്ല. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്, അത് വൈകാരികമാണ്. വൈകാരികം എന്നുള്ളതിനെ പോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴും ഇതുപോലൊരു കൊള്ള എങ്ങനെയാണ് എല്ലാവരും രേഖകളിൽ തിരുത്തൽ വരുത്തുകയാണ്. അതെ അതെ, കട്ടോട്ട് പോകല്ല, രാത്രി കുത്തിപ്പൊളിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് കളവാണ്. ഇത് കംപ്ലീറ്റ് റെക്കോർഡ്സും ടാമ്പർ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്നത് ചെമ്പോ അല്ല പിച്ചളയോ എന്തോ ആണ് എന്ന് വരത്തി തീർത്തിട്ട് സ്വർണ്ണം അഴിച്ചോണ്ട് പോയിട്ട് തിരിച്ച് പിച്ചള കൊണ്ടു വയ്ക്കുക. അതിൻ്റെ പുറകിൽ എത്ര വലിയ ആസൂത്രണമുണ്ട്. ഇത് കേവലം ഒരു പത്മകുമാർ വിചാരിച്ചാലോ വാസു വിചാരിച്ചാലോ ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമുണ്ടോ? ഒരിക്കലും പറ്റില്ല, അങ്ങനെ ചെയ്യാനും പറ്റില്ല. എന്തുകൊണ്ടാണ് പത്മകുമാറിൻ്റെ പേരിൽ പാർട്ടി നടപടി എടുക്കാത്തത്? പത്മകുമാർ പുറത്തേക്ക് കയറിയിട്ട് വിളിച്ചു പറയില്ല ഇന്ന ആൾക്കാരാണ് എൻ്റെ പുറകിലുള്ളത്, ഞാൻ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങളെ വെച്ചിട്ട് ഇവർ ഈ തട്ടിപ്പ് നടത്തുകയെന്ന് പറഞ്ഞ പണി തീർന്നില്ലേ? അല്ലാണ്ട് ഒരു പത്മകുമാർ വിചാരിച്ചാലോ വാസു വിചാരിച്ചാലോ ശങ്കർദാസ് വിചാരിച്ചാലോ ഒന്നും അവിടെ നിന്ന് ഇളക്കി പറിച്ചുകൊണ്ടോ തീർച്ചയായും അല്ല. അത് മാത്രമല്ല, പാർട്ടി വിശദീകരിക്കണ്ടേ എന്തിനാണ് ഈ യോഗ്യന്മാരായ ആളുകളെ? ഇതിനു മുമ്പൊക്കെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ട് വന്നവരെല്ലാവരും തന്നെ പാർട്ടിക്കാരൊന്നുമല്ല. പാർട്ടി ജില്ലാ കമ്മിറ്റി മെമ്പർമാരോ സെക്രട്ടേറിയറ്റ് മെമ്പർമാരെ അല്ല വയ്ക്കുക. പാർട്ടിക്ക് വിശ്വാസമുള്ള ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തെക്കടത്ത് രാമൻ ഭട്ടരിപ്പാട്ടിനെ വയ്ക്കും. ആര് EMSൻ്റെ അളിയനാണ്. EMSൻ്റെ അളിയൻ എന്നതിലുപരി പുള്ളിക്ക് വലിയൊരു സ്വീകാര്യതയുണ്ട്. കാരണം കുടമാളൂര് തെക്കേടത്ത് മനക്കിലെ പട്ടരിപ്പാടാണ്, മനസ്സിലായി. അപ്പോൾ ഈ സവർണ ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു സ്വീകാര്യതയുള്ള ആളാണ്. അല്ലെങ്കിൽ പ്രൊഫസർ N. ബാബു, കേരള യൂണിവേഴ്സിറ്റി പഴയ കൺട്രോളർ ഓഫ് എക്സാമിനേഷനൊക്കെ ആയിരുന്നു. അദ്ദേഹം ഇരുന്നപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപം പറയും. കാരണം ബാബു സാറിന് എല്ലാവർക്കും അറിയാം യോഗ്യനായിട്ട് ഒരു മനുഷ്യനാണ്. അങ്ങനെയാണ് വയ്ക്കുക. അല്ലാണ്ട് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റി നോക്കിയിട്ടല്ല വയ്ക്കുക. പിന്നെയാണ് ഈ പിണറായി വിജയൻ വന്ന പിന്നെയാണ് തനി പാർട്ടിക്കാരെ വെക്കുക. ഇപ്പോൾ അനന്തഗോപൻ പത്തനംതിട്ട വക്കീൽ, നമ്മുടെ തിരുവല്ല വക്കീലാണ്. അദ്ദേഹം യോഗ്യനായിട്ടുള്ള ആളാണ്. പുള്ളിരിക്കുമ്പോൾ മോഷണവും നടന്നിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ സ്വീകാര്യതയുള്ളവരായിട്ട് വെക്കാനായിട്ട് ഇത് കൈയിട്ട് വരേണ്ട സ്ഥലമല്ലേ? അതിന് കൃത്യമായിട്ട് ശരിക്കും പാർട്ടിക്ക് ഒരു മറുപടി പറയാൻ പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഡോക്ടർ ബാബുവിനെ വെച്ചോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വെച്ചോ ഒക്കെ ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റാത്ത ആളുകളാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ശരിക്കും അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതിന് യാതൊരു വിശദീകരണമില്ലല്ലോ. ഇല്ല. അപ്പം ഈ LDFൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്, ഞാൻ UDFനെ സംബന്ധിച്ച് പറയുമ്പം ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ തോറ്റുപോയെങ്കിലും 18 സീറ്റിൽ വിജയിക്കാനായി, വലിയ മാർജിനില്ല. അത് തന്നെ ഒരു തിളക്കമാർന്ന ചെയ്യുമെന്ന് പറയാം. കാരണം നമ്മൾ മലപ്പുറം മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് വരെ 6 മണ്ഡലങ്ങളിൽ 1,00,000 മേളിൽ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല തിളക്കമാർന്ന ജയം അവർ നേടി. ഈ 2 തെരഞ്ഞെടുപ്പിലെ വിജയം വെച്ച് നോക്കുമ്പം ഒരു UDFന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അപ്പർ ഹാൻഡ് കണക്കാക്കാൻ പറ്റുമോ? ഈ രണ്ടും എൻറ്റയർലി ഡിഫറൻ്റ് ആയ വോട്ടിംഗ് പാറ്റേൺ ആണ് എങ്കിൽ പോലും ഇത് മൂന്നും എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ്. ലോക്സഭയിലേക്കുള്ള വോട്ടല്ല, പഞ്ചായത്തിലേക്കുള്ള വോട്ട്, പഞ്ചായത്തിലേക്കുള്ള വോട്ടല്ല, നിയമസഭയ്ക്കുള്ള വോട്ട്. പക്ഷേ ലോക്സഭയിലേക്കുള്ള വോട്ട് കഴിഞ്ഞ് ഒരു വർഷത്തിലധികം കഴിഞ്ഞിട്ടാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേവലം 3-4 മാസത്തിനകത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് തീർച്ചയായിട്ടും മറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും.
ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയത് 1995-ലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള റിസൾട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 2011 ഒഴിച്ച് 2010 യു ഡി എഫിന് വലിയ അപ്പർ ഹാൻഡ് കിട്ടി. എന്നിട്ട് നാരോ മാർജിനില്ല. അത് രണ്ട് സംഭവങ്ങൾ 3 സംഭവങ്ങൾ അതിനിടയ്ക്ക് സംഭവിച്ചു. അതുകൊണ്ടാണ് ഒന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഐസ്ക്രീം കേസ് രണ്ടാമത് പൊങ്ങി വന്നു നമ്മുടെ ഇന്ത്യ വിഷൻ ചാനലിൽ. രണ്ടാമത് ബാലകൃഷ്ണപിള്ളയെ സുപ്രീം കോടതി ശിക്ഷിച്ചു. മൂന്നാമത് VS-ന് സീറ്റ് നിഷേധിക്കുകയും പിന്നെ സീറ്റ് തിരിച്ചു കൊടുക്കുകയും. അപ്പോൾ മാർക്സിസ്റ്റുകാർക്ക് വലിയ ഉത്തേജനമുണ്ട്. അങ്ങനെ 3 ഘടകങ്ങൾ അതിൻ്റെ അകത്ത് വന്നു. അതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം 2-ലേക്ക് കുറഞ്ഞു പോയി. അത് ഒഴിച്ചാൽ അല്ലെങ്കിൽ അന്ന് തന്നെ വലിയ ഭൂരിപക്ഷം കിട്ടുക. അപ്പോൾ ഒരു സംഗതി ഇതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. UDF ജയിക്കുകയല്ല ചെയ്യാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ, LDF തോക്കുകയാണ്. അത് തമ്മിലൊരു വ്യത്യാസമുണ്ട്. UDF ഘടനാപരമായിട്ട് ദുർബലമായി. സാധാരണ പറയുന്നതെന്ന് വെച്ചാൽ LDF-നെതിരായി വരുന്ന വോട്ട് സ്വാഭാവിക ഗുണഭോക്താവ്. അതിപ്പം ശബരിമലയുടെ ശബരിമലയുടെ വിഷയത്തിൽ ആ 2019 ആ വിജയം UDF കണ്ടത് ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. അതിന് BJP ആകും ഗുണഭോക്താവെന്ന് വിചാരിച്ചെങ്കിൽ അതിന്റെ മുഴുവൻ ഗുണഭോക്താവായി മാറിയതെന്ന് UDF ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെ സംഭവിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ മലബാറിലെ മണ്ഡലങ്ങളുടെ കാര്യം പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഒന്നുകൂടി നമ്മൾ സൂക്ഷിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് കിട്ടാൻ പോകുന്നൊരു ഗുണം എന്ന് വെച്ചാൽ UDF-കാർ യാതൊരു പ്രവൃത്തിയും ചെയ്യേണ്ട. നോമിനേഷൻ കൊടുത്തിട്ട് വീട്ടിൽ പോയിരുന്നത് മതി. ആളുകൾ വീട്ടിൽ വന്ന് വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവനെ നിയമസഭയെ കൊണ്ടിരുത്തും. അതാണ് സാഹചര്യം. കാരണം അത്ര ഭയങ്കരമാണ് ആൻറ്റി ഇൻകംബൻസി. ഭരണവിരുദ്ധ വികാരം അതിശക്തമായതുകൊണ്ട്, അതിതീവ്രമായതുകൊണ്ട് അതിൻ്റെ നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഗുണഭോക്താവ് UDF ആയതുകൊണ്ട് UDF-നാണ് മേൽക്കൈ. യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ നിലയ്ക്ക് വേണമെങ്കിൽ 90 തൊട്ട് 110 വരെ സീറ്റുകൾ UDF ജയിക്കുക. അല്ലെങ്കിൽ LDF തോക്കാം. LDF തോൽക്കുകയാണ്. LDF തോക്കുമ്പോൾ ആരെങ്കിലും ജയിക്കട്ടെ. അല്ലാതെ UDF-കാരുടെ മേന്മകൊണ്ടില്ല. UDF വലിയ പ്രശ്നത്തിലാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ് സംഘടനാപരമായിട്ട് വളരെ ദുർബലമാണ്. വളരെ ദുർബലമാണ്. പ്രവർത്തകരില്ല. കരുണാകരൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ ജംബോ കമ്മിറ്റികളാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. ജാതി മത അടിസ്ഥാനത്തിലാണ്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വീതം വെപ്പും വിലപേശലും അതൊരു ഘടകം. പിന്നെ കോൺഗ്രസ്സിന് ശക്തരായ ഘടകകക്ഷികളില്ല. ഘടകകക്ഷി എന്ന് പറഞ്ഞിട്ട് ആകെ ലീഗ് മാത്രം. ലീഗ് മാത്രം. ശരിക്കും പറഞ്ഞാൽ ലീഗാണ് ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ഉറപ്പിക്കാവുന്ന ഒരു UDF-ന്റെ ഒരു മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് ലീഗാണ്. ലീഗും ലീഗിനോട് സെക്കൻഡ് ചെയ്ത കോൺഗ്രസ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ വിവാദം കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്ന് വന്ന് ഇവിടെ മത്സരിക്കുന്നു മുഖ്യമന്ത്രി. അത് ഈ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടിനെ തമ്മിൽ വലിയ ഭിന്നത ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. അല്ല, ഞാൻ പറയാൻ വന്നത് അതടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ UDF-ന് അപ്പോൾ UDF കോൺഗ്രസും ലീഗും അല്ലാതെ മറ്റുള്ളതൊക്കെ അപ്രസക്തമാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വളരെ ദയനീയമായ അവസ്ഥയിലാണ്. കഴിഞ്ഞ തവണ കൊടുത്ത സീറ്റ് തന്നെ ഇത്തവണ സീറ്റ് കൊടുക്കുകയോ കൊടുത്താൽ തന്നെ ജയിക്കാൻ പറ്റുമോ? അതൊരു ഘടകമല്ലേ. പിന്നെ ഒരു സംഗതി, പിന്നെ വേറെ ഘടകകക്ഷികളേതല്ല. പിന്നെ CP ജോണിന്റെ CMP ആണ് അല്ലേ, അല്ലെങ്കിൽ രാജബാബുവിന്റെ ജേക്കബിന്റെ പാർട്ടി, ജേക്കബിന്റെ പാർട്ടി, അങ്ങനെയുള്ള പാർട്ടികളാണ്. പിള്ള ഗ്രൂപ്പ് LDF-ലാണ്. LDF. അപ്പോൾ ഇങ്ങനെയുള്ള പാർട്ടികൾ ശരിക്കും പറഞ്ഞാൽ ലീഗും കോൺഗ്രസും അല്ലാതെ വേറൊരു പാർട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ ദൗർബല്യത്തിലാണ്. പിന്നെ നേതാക്കന്മാരുടെ ബാഹുല്യം, മുഖ്യമന്ത്രിമാരുടെ ബാഹുല്യം. മുഖ്യമന്ത്രിയായിട്ടാണ് മന്ത്രിയാകാനുള്ള ആൾക്കാരുടെ താല്പര്യം. പാർലമെൻറ്റ് മെമ്പർമാർക്ക് എല്ലാവർക്കും നിയമസഭയ്ക്ക് മത്സരിക്കണം. കാരണം പാർലമെന്റിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അടൂർ പ്രകാശും എല്ലാവരും. അത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത്, KC വേണുഗോപാൽ പാർട്ടിയുടെ യോഗത്തിൽ പറഞ്ഞത് നിയമസഭയെ മത്സരിക്കുന്ന ഒരാളെ പിന്നീട് വരുന്ന ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കില്ല എന്ന്. ഇലക്ഷൻ ജയിച്ചിട്ടൊന്നുമില്ല, അതിന് മുമ്പെയാണ്. അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം. ഇത് യാതൊരു ഐക്യവും ജനാധിപത്യവും ഇല്ലാത്തൊരു സംവിധാനമാണ് UDF. പിന്നെ ഗുണമുള്ളത് ഇതാണ്. പിന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകം കൂടി ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ ക്രിസ്ത്യൻ മുസ്ലിമിൻ്റെ ആയിരുന്നു. ഇതിൽ LDF-ന് വരുമ്പോൾ വലിയൊരു തിരിച്ചടി. സംസ്ഥാനത്തെ ന്യൂനപക്ഷ സമുദായക്കാർ പൊതുവിലും മുസ്ലിം ന്യൂനപക്ഷം പ്രത്യേകിച്ചും പൂർണ്ണമായും LDF-നെതിരാണ്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ മോഡിക്കെതിരായ ഒരു വോട്ടാണെന്ന് എന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി. ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ ആവർത്തിക്കും. ഇപ്പോൾ LDF പിടിച്ചു നിന്ന ജില്ലകൾ നോക്കിയാൽ മതി. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അത് കഴിഞ്ഞാൽ തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ, കോഴിക്കോട്. മനസ്സിലായി. അപ്പോൾ ഇതാണ്. അപ്പോൾ ഹിന്ദു മെജോറിറ്റിയുള്ള ഏരിയയിൽ മാത്രമേ LDF പിടിച്ചു നിൽക്കുന്നുള്ളൂ. ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിൽ, അതിൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ
ഒരു വോട്ട് പോലും അവർക്ക് ആ രീതിയിൽ കിട്ടാത്ത സാഹചര്യം. അത് ഒരു പരിധിവരെ ഇപ്പോൾ പറഞ്ഞ പോലെ ADGP അജിത് കുമാർ തുടങ്ങി തൃശ്ശൂർ പൂരം മുതൽ ഇങ്ങോട്ട് മലപ്പുറം പരാമർശം, അൻവർ മുതൽക്ക് അൻവർ, അജിത് കുമാർ അങ്ങനെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം. പിന്നെ അതിലെല്ലാം ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റപ്പം അതിൽ നമ്മൾ BJPയുടെ പൊളിറ്റിക്സിൻ്റെയും ഒരു സാധ്യത നമ്മൾ ചർച്ച ചെയ്തില്ല. ഈ ആ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിയാൽ തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലായാലും ആലപ്പുഴയിലായാലും തെക്കൻ കേരളത്തിലൊക്കെ BJP വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന സാധ്യത, 20% വോട്ട് കിട്ടി. ആ ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാഴ്ച എന്നത് നമ്മൾ പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പങ്കുവെച്ചൊരു വികാരം എന്ന് പറയുന്നത് ഈഴവ വോട്ടിൽ നല്ലൊരു പങ്ക് CPMൽ നിന്ന് ആദ്യമായി BJPയിലേക്ക് ഒഴുകുന്ന ഒരു സാധ്യതയുണ്ട്. അത് CPM തന്നെ പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിലും അത് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു സ്ട്രാറ്റജിക്ക് കൗണ്ടർ സ്ട്രാറ്റജി ആയിരിക്കില്ല ഒരുപക്ഷെ ഈ സജി ചെറിയാനും AK ബാലനും ഒക്കെ വെച്ചിട്ട് ഈ ഒരു മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിച്ച് ഹിന്ദു വോട്ട് സ്വരൂപിക്കുക എന്ന് പറയുന്നത്. അതിന് പിന്നീട് ഈ ശബരിമല അയ്യപ്പ സംഗമം, SNDP, അതിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ റോള് അത് ശരിക്കും പറഞ്ഞാൽ CPM ആ സ്ട്രാറ്റജി ശരിക്കും അവർക്ക് ഗുണമാവോ ദോഷമാണോ ഉണ്ടാവുക? അല്ല, ഇത് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ വടക്കൻ ജില്ലകളെ പറ്റി പറഞ്ഞു. വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് അവസാനത്തെ 6 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കിട്ടും. ഇപ്പോൾ കാസർഗോഡ്, അതെ, രാജ്മോഹൻ ഉണ്ണിത്താനാണ് 1 ലക്ഷം വോട്ട് 1 ലക്ഷം ഭൂരിപക്ഷം. കാസർഗോഡ്, കണ്ണൂർ, കെ സുധാകരൻ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയേക്കാവുന്ന, അതുപോലെ വടകര. കെ സുധാകരൻ തീരെ വയ്യായിരുന്നു, ഓർമ്മയില്ലാണ്ടേ. കോഴിക്കോട്, മലപ്പുറം കണക്കാക്കണം, വയനാട് അവരുടെ ഒരു ഏരിയയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട്, വടകര, കണ്ണൂർ, കാസർഗോഡ്, ഈ നാല് മണ്ഡലങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമാകുന്നൊരു ചിത്രം UDF സ്ഥാനാർത്ഥികളുടെ വോട്ട് നല്ല ഭൂരിപക്ഷം വർദ്ധിച്ചു എന്നുള്ളതാണ്. പ്രദീപ് കുമാറിനെ തോൽപ്പിക്കുമ്പോൾ MK രാഘവൻ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാളും എത്രയോ കൂടുതലാണ് എളമരം കരീമിനെ തോൽപ്പിക്കുമ്പോൾ ഉണ്ടാകും. അതുപോലെ ശൈലജ ടീച്ചർ മത്സരിച്ചിട്ട് അല്ല, പക്ഷെ അതിൽ നമ്മൾ ഈ കണ്ണൂരും കോഴിക്കോടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രത്യേകിച്ച് കണ്ണൂർ നോക്കുക. കണ്ണൂർ ആരാണ് BJPയുടെ സ്ഥാനാർത്ഥി? BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പിണറായി വിജയനെതിരെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന രഘുനാഥായിരുന്നു. തൊട്ട് മുമ്പാണ് BJPയിലേക്ക് വരുന്നത്. BJPക്കാർ അദ്ദേഹത്തെ ജയിപ്പിച്ച് പാർലമെൻറ്റ് മെമ്പറാക്കി കളയാന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല കണ്ണൂർ നിർത്തി. അന്നൊരാൾക്കൊരു സീറ്റ് കൊടുത്തു, ഒരു അക്കോമഡേഷൻ കൊടുത്തു. ആത്മാർത്ഥ BJPക്കാർ എത്ര പേര് രഘുനാഥിന് വോട്ട് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസ് ആയിരുന്നവൻ ഈ ആഴ്ച ഈ പാർട്ടിയിൽ വന്നാൽ താല്പര്യപ്പെട്ട് വോട്ട് ചെയ്യില്ല. നമ്മൾ താമരയ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ, വാശിയുള്ളവർ ചെയ്യും. പക്ഷേ രഘുനാഥിന് എത്ര വോട്ട് കിട്ടിയെന്നറിയും, ആ വോട്ട് എവിടെ നിന്ന് വന്നേന്നറിയാം. അവിടെയാണ് പ്രശ്നം. അത് ശരിയാണ്. ഇപ്പോൾ ഈ മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയുന്നു, അത് കോൺഗ്രസിന് കൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ ശ്രീമതി ടീച്ചർ മത്സരിച്ച് തോക്കുന്നു, സുധാകരൻ ജയിക്കുന്നു. ശ്രീമതി ടീച്ചർക്ക് കിട്ടുന്ന വോട്ട് സുധാകരന് പോയി, മനസ്സിലാക്കാം. ഇത് മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് കുറയുന്നു, കൂടുന്നത് കോൺഗ്രസിലല്ല BJPയിലാണ്. മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് മറ്റയാളുടെ ഭൂരിപക്ഷം കൂടിയതായിട്ട് നമുക്ക് തോന്നുന്നത്. കോൺഗ്രസ്സുകാരൻ്റെ വോട്ട് കൂടിയിട്ടുണ്ട്, പക്ഷെ അത് ജനസംഖ്യാനുപാതികമായിട്ടുള്ള വർധനമാണ്. മറിച്ച് മാർക്സിസ്റ്റുകാരൻ്റെ വോട്ട് കുറയുന്നത് BJPയിലാണ് കൂടുന്നത്. അത് വടകരയിലും ഉണ്ട്, അത് കോഴിക്കോട്ട് വളരെ പ്രകടമാണ്. അത് ഞാൻ കോഴിക്കോടത്തെ എടുത്തു വയ്ക്കാൻ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്തൊക്കെ 2000 വോട്ട് മാത്രമായിരുന്നു അന്ന് LDFന് കിട്ടിയിരുന്ന ലീഡ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത്രയും അത് ഞെട്ടിച്ച റിസൾട്ട് ആയിരുന്നു. ഒരു മണ്ഡലത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാന്ന് പറയും. ഈ ഞാനതിൽ എടുത്തു ചോദിക്കായിരുന്നു, ഇപ്പം ആ തെരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലിനെ പോലെ ഒരാളെ വടകരെ കൊണ്ട് മത്സരിച്ചു. ഷാഫിയുടെ ആ വരവ് അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മലബാറിൽ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഈ മുസ്ലിം വോട്ടിന് വേണ്ടി ലീഗിനെ ആശ്രയിക്കുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യത്തിലാണ്. അവിടുന്ന് ആ പൊളിറ്റിക്സിൽ ഒരു ചെറിയ ഷിഫ്റ്റ് ഷാഫിയുടെ വരവോടുകൂടി മലബാർ പൊളിറ്റിക്സിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരിധിവരെ ഉണ്ടായിട്ടുണ്ട്. വടകരയിൽ ഷാഫിയുടെ മത്സരം എന്ന് വെച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. മലബാർ മേഖലയിൽ സാധാരണ രീതിയിൽ മുസ്ലിങ്ങൾ കോൺഗ്രസ്സുകാരുണ്ട്. അത് ഈ ദേശീയ മുസ്ലിങ്ങളും മറ്റേ മുസ്ലിങ്ങളും തമ്മിൽ വ്യത്യാസം അത് പലർക്കും അറിയാൻ പാടുള്ള ഒരു രഹസ്യം ഞാൻ പറയാം. ഈ പഴയ തറവാട്ടുകാർ പ്രമാണികൾ ആണ് കോൺഗ്രസ്സുകാർ. കന്ന് കൂട്ടാൻ പോകുന്ന ആളുകളുടെ പിന്തലമുറക്കാരാണ് ലീഗുകാർ. അത് നമ്മുടെ MN കാരശ്ശേരി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് പുള്ളി ലീഗാരെന്ന് വെച്ചാൽ അവിടെ പാവപ്പെട്ട ആളുകളെല്ലാവരും ലീഗും കാശുള്ള ആളുകൾ പ്രമാണികളൊക്കെ കോൺഗ്രസ്സുകാരുമാണ്. പുള്ളിയുടെ വാപ്പയും കൊച്ചാപ്പയും വല്യാപ്പയൊക്കെ കോൺഗ്രസ്സുകാരാണ്, പ്രമാണികളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഒരു ലീഗ് അനുഭാവിയാണ്. കാരണം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് തമ്മിൽ വ്യത്യാസം അറിയില്ല. അതുകൊണ്ട് ഈ ഭക്തിയുടെ ഭാഗമായിട്ട് ലീഗിനെ അനുകൂലിച്ചാണ്. പക്ഷേ കാരശ്ശേരി പാവങ്ങളോടുള്ള സഹാനുഭൂതി കൊണ്ട്
അങ്ങനെ ലീഗായ എന്ന് പറയുമ്പോൾ പ്രമാണികൾ കാശുള്ള ആളുകളുമാണ് കോൺഗ്രസ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കൊയിലാണ്ടിയിലാണെങ്കിലും വടകരയിലാണെങ്കിലും ഒക്കെ കോൺഗ്രസ്സുകാരെന്ന് വെച്ചാൽ അവൻ അവിടുത്തെ ഒരു സുജായി ആയിരിക്കും, ഇപ്പോൾ എണ്ണപ്പെട്ട തറവാട്ടുകാരനായിരിക്കും. മറ്റേ സാധാരണക്കാർ പാവങ്ങൾ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾ ലീഗുകാരായിരിക്കും. ഇപ്പോൾ ലീഗുകാർ പലരും കാശുകാരായി, അത് വേറെ കാര്യം. അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു മാറ്റം വന്നത് ഷാഫിയുടെ ഒരു മത്സരത്തുണ്ട്. കോൺഗ്രസ്സുകാരെ മുസ്ലിങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. പണ്ട് സാദിരിക്കോയുണ്ട്, പിന്നെ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസ്സുകാരാണ്. പിന്നെ ഒരുപാട് പേര് എൻ പി മൊയ്തീൻ, അവരുടെ കുടുംബ ഫാമിലി, ഒരുപാട് കോൺഗ്രസ്സുകാർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടെങ്കിലും ഈ രീതിയിലുള്ള ഒരു വർഗ വിഭജനം അവിടെ ഉണ്ട്. പാവങ്ങളും പണക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന വോട്ട് ഇടതുപക്ഷക്കാരുടെ വോട്ടായിരിക്കും, മാർക്സിസ്റ്റുകാരുടെ വോട്ടായിരിക്കും, മാർക്സിസ്റ്റ് അനുഭാവികളുടെ വോട്ടായിരിക്കും, സഹയാത്രികരുടെ വോട്ടായിരിക്കും, അവരുടെ കുടുംബാംഗങ്ങളുടെ വോട്ടായിരിക്കും. ഇവരൊക്കെ മടുത്ത് വെറുത്ത് ബോറടിച്ച് ഈ ശബരിമലയെ കൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ UDFന്റെ ഭരണകാലത്ത് നടക്കുന്ന എത്രയോ കുറവാണ്, അഴിമതി എത്രയോ കുറവാണ്. സതീശനെയും അങ്ങനെ എത്ര ഒരു ഗംഭീര നേതാവായിട്ട് നമുക്ക് ഇത് കണക്കാക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഉമ്മൻചാണ്ടിയും അച്യുതാനന്ദനും ഒക്കെ ആയിരുന്നപ്പോൾ, അല്ലെങ്കിൽ കരുണാകരനും നായനാരും ആയിരുന്നപ്പോഴൊക്കെ ശരിയാണ്. ഇപ്പോൾ അമിത്ഷാ ഒരുപാട് കാലമായിട്ട് ഇവിടെയുള്ള ഈ ഞൊണ്ടിക്കുതിരകളെയൊക്കെ വെച്ചിട്ട് ഓടിക്കാൻ നോക്കി പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പന്തയ കുതിര പുള്ളി ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്, അറബി കുതിര എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്ന കുതിരയാണ് രാജീവ് ചന്ദ്രശേഖർ.